ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബിനീഷ്. എൻ്റെ യൂട്യൂബ് ചാനലാണ് മല്ലു വൈ. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ കോഴികൾ വന്ന ദിവസം ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞു കോഴികൾ. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ കാണണം അത്. എന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം 37 ഗ്രാം വെയിറ്റുള്ള കോഴികൾ വന്നതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ആ സെയിം ബാച്ചിൽ തന്നെ, സെയിം ഷെഡിൽ തന്നെ കോഴികൾ ഇപ്പോൾ ഏകദേശം 5ാമത്തെ ദിവസമായി. ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കോഴികളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 5 ദിവസമായിട്ടുണ്ട്. മറ്റന്നാൾ ബോഡി വെയിറ്റ് ആയിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ബോഡി വെയിറ്റ് എടുക്കും. ഏകദേശം സ്റ്റാൻഡേർഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ ഏകദേശം 170 ഗ്രാം വരും ഏകദേശം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് അത്രയും, അത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് വെയിറ്റ്. ട്രേസ് ഇപ്പോൾ ഈ പ്ലേറ്റ്സ് ഞാൻ ഇപ്പോൾ മാറ്റും, നാളെ മറ്റന്നാളെ ഞാൻ മാറ്റും. ഇപ്പം അല്ലെങ്കിൽ ഫീഡ് വേസ്റ്റേജ് ഒരുപാട് വരും. പിന്നെ കോഴികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും ഈ ഫീഡേഴ്സിലായിരിക്കും, ഈ ഓട്ടോമാറ്റിക് ഫീഡേഴ്സ്. നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഏകദേശം ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏകദേശം ഇപ്പോൾ ഈ ഷെഡിൽ 5 ലൈനുണ്ട്. 1 2 3 4 ഉണ്ട്, ഇവിടെ 5 ലൈനുണ്ട്. ഏകദേശം ടോട്ടൽ 720 ഫീഡേഴ്സുണ്ട്. ഇതണക്ക് ഒരെണ്ണം മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ 720 ഉണ്ട് ഫീഡർ ലൈൻ. ഡ്രിങ്കർ ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഫീഡർ ലൈൻ 5 ആണെങ്കിൽ ഡ്രിങ്കർ ലൈൻ 6 ലൈൻ, അങ്ങനെ. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം വളർച്ച വരുന്നുണ്ട് കോഴിക്ക് നല്ല. ഇപ്പോൾ ഹീറ്റേഴ്സ് ഇപ്പം അങ്ങനെ അത്ര വർക്ക് ചെയ്തില്ല. ഹീറ്റേഴ്സ് വർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ടെമ്പറേച്ചർ നമ്മൾ ഡെയിലി ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഫസ്റ്റ് ദിവസം കോഴികൾക്ക് 33.5 33.3 ഏകദേശം ടെമ്പറേച്ചർ വേണം. ഇപ്പോൾ 5ാമത്തെ ദിവസമായി. ഇപ്പോൾ ഏകദേശം 31.8 to 31.5 to 31.8 ആ ഒരു റേഞ്ചിൽ ടെമ്പറേച്ചർ മതി. ഇപ്പോൾ ഉച്ചയ്ക്കൊന്നും ഇപ്പം ഹീറ്റർ വർക്ക് ചെയ്തില്ല, രാത്രി ആകുമ്പോഴത്തേക്ക് ഹീറ്റർ വർക്ക് ചെയ്യും. ഹീറ്റേഴ്സ് എല്ലാം സെൻസർ ഉപയോഗിച്ച് അത് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്ത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവുകയോ പിന്നെ ഓഫ് ആവുകയും ചെയ്യും. കുറച്ച് ഞാൻ സ്പേസ് കൂട്ടി, കുറച്ച് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാം. പിന്നെ നമ്മൾ ആ ഹീറ്ററിൻ്റെ ഇപ്പുറത്തായിരുന്നു, അപ്പോൾ അപ്പുറത്തോട്ടാക്കി. ഇനി കൂട്ടി, ഇനി ഒരു 10ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ഫുൾ സ്പേസ് കൊടുക്കും. പിന്നെ വാക്സിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ 7ാമത്തെ ദിവസം ഒരു വാക്സിൻ കൊടുക്കും, പിന്നെ 17ാമത്തെ ദിവസം ഒരു വാക്സിൻ, പിന്നെ 21ാമത്തെ ദിവസം ഒരു വാക്സിൻ. 7ാമത്തെ ദിവസവും 21ാമത്തെ ദിവസം സെയിം വാക്സിനാണ് കൊടുക്കുന്നത്. പിന്നെ സെയിം വാക്സിൻ എന്ന് പറഞ്ഞാൽ MFI Clone 30 എന്ന് പറഞ്ഞ് MFI Clone 30 ആൻഡ് IB491 എന്ന ഒരു വാക്സിൻ കൊടുക്കും. അത് നമ്മൾ കൊടുക്കുന്നത് 7th ഡേയും 21st ഡേയും കൊടുക്കും. പിന്നെ 17th ഡേ കൊടുക്കുന്നത് ഗംബരോ എന്ന് പറയുന്നൊരു വാക്സിൻ ഉണ്ട്, അതാണ് കൊടുക്കുന്നത്. ഇതിന് സംശയമൊക്കെ കൊണ്ട് ചോദിക്കണം കേട്ടോ, ഞാൻ കമൻറ്റ് ഇട്ട് ഞാൻ മെസ്സേജ് അയക്കാം. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവർ. നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ ഈ ഷെഡിൽ കംപ്ലീറ്റ്, അതായത് ഏകദേശം പോകുന്നവരെയുള്ള ദിവസവും ഞാൻ ഒരു 4 ദിവസം കൂടുന്തോറും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വെയിറ്റിംഗ് ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രോയിലർ ഫാമിൻ്റെ. ഇപ്പോൾ നമ്മൾ 3 സെക്ഷനായിട്ടാണ് ഫീഡ് കൊടുക്കുന്നത്. C1 C2 C3 എന്ന് പറയും ഫീഡ്. C1 എന്ന് പറയുമ്പം നമ്മൾ ഡേ 1 കോഴികൾ വന്നത് തൊട്ട് ഏകദേശം 8th ഡേ വരെ കൊടുക്കും. എന്ന് വെച്ചാൽ 280 ഗ്രാം പെർ ബേർഡ് എന്ന കാൽക്കുലേഷനാണ് C1 കൊടുക്കുന്നത്. പിന്നെ C2 എന്ന് പറയുമ്പോഴത്തേക്കും 800 ഗ്രാം പെർ ബേർഡ് C2. പിന്നെ C2 എന്ന് പറയുമ്പോൾ ഏകദേശം 8ാമത്തെ ദിവസം 9ാമത്തെ ദിവസം തൊട്ട് 21ാമത്തെ ദിവസം വരെ C2. പിന്നെ ലാസ്റ്റ് C3 എന്ന് പറയുമ്പോൾ 21 തൊട്ട് കംപ്ലീറ്റ് കോഴി പോകുന്നവരെ. അത് ഏകദേശം 1.8 1.7 1.8 kg പെർ ബേർഡ് ആ റേഞ്ച് വരും. ചിലപ്പോൾ പലരും പലയിടത്തായിരിക്കും, വേറെ ഇടത്തൊക്കെ വേറെ ആയിരിക്കും ഫീഡിൻ്റെ
രീതി കൊടുക്കുന്നത്. നമുക്ക് ചിലർ പ്രീ സ്റ്റാർട്ടർ കൊടുക്കും, പ്രീ സ്റ്റാർട്ടർ ഗാൾഡസ് ഫീഡുണ്ട്, അത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ തുടക്കത്തിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത് C1, C2, C3. ആദ്യം പണ്ട് കൊടുത്തത് പ്രീ സ്റ്റാർട്ടർ ഗാൾഡസ് എന്ന് പറഞ്ഞൊരു ഫീഡുണ്ടായിരുന്നു. അത് 125 ഗ്രാം പെർ ബേർഡായിട്ടായിരുന്നു കൊടുത്തിരുന്നത് ആദ്യം. അപ്പോൾ അത് കൊടുക്കാറില്ല. ഞാൻ വെയിറ്റിൻ്റെത് ഞാൻ 7-ാം തീയതി, അതായത് 1 വീക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വെയിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി പറയാം, എത്ര kg എത്ര ഗ്രാം ആയിട്ടുള്ളതെന്നുള്ള. നിങ്ങൾ കാണാം കണ്ട ബിന്നകത്ത് ഫീഡെല്ലാം നിറച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ C1 എന്ന് പറയുന്ന ഫീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡയറക്റ്റ് ഷെഡിനകത്ത് വെച്ച് ഡയറക്റ്റ് ബിന്നകത്ത് ഇട്ട് കൊടുക്കും. പിന്നെ C2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ പുറത്തെ സൈലോയിൽ സ്റ്റാർട്ട് ചെയ്യും. C2. ഓക്കെ ഫ്രണ്ട്സ്, എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കണം, ഞാൻ റിപ്ലൈ തരാം. പിന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.